ലോകത്തിൻ്റെ ഗതിവിഗതികളെ, ഭാവിയെ സ്വാധീനിക്കും വിധം വളരെ അപൂർവമായ ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചില മാധ്യമങ്ങൾ, വാൾ സ്ട്രീറ്റ് ജേർണൽ പോലെയുള്ളവ ഗൗരവമായി രേഖപ്പെടുത്തുന്നു. അവർ പറയുന്നത് മറ്റൊന്നുമല്ല, യൂറോപ്പ് അഥവാ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ കൈവിടുന്നു, അല്ലെങ്കിൽ അമേരിക്കയോട് അകലം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ശരി. അത് അമേരിക്കയോട് എന്നതിലുപരി ട്രംപിൻ്റെ അമേരിക്കയോട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരിയാവുക. ക്വയറ്റ് ക്വിറ്റിംഗ് അഥവാ നിശബ്ദ വിടവാങ്ങൽ എന്ന് പറയാവുന്ന രീതിയിലാണ് ആ വിടവാങ്ങൽ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. സാധാരണ അമേരിക്ക എന്തെങ്കിലും തരത്തിലൊരു തീരുമാനമെടുത്താൽ യൂറോപ്പ് ഒറ്റക്കെട്ടായി ജയ് ഹോ എന്ന് പറഞ്ഞ് അമേരിക്കയോടൊപ്പം നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ലോകത്ത് സമാധാന സേനയും ഐക്യസേനയും പ്രതിരോധ സേനയും ബാക്കിയുള്ള സേനകളും ഒക്കെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ജയ് ഹോ ആ വിളി വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ആ വിളി ഇപ്പോൾ അധികം അത്രയും ഉണ്ടാകുന്നില്ല. അതിന് ചില കാരണങ്ങളും ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായുള്ളത് സുരക്ഷയും അതുപോലെ സ്വയം പര്യാപ്തതയുമാണ്. എന്നുവെച്ചാൽ അമേരിക്ക വിളിക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ സാമ്പത്തികം ചെലവാക്കി തങ്ങളുടെ രാജ്യങ്ങളെയും തങ്ങളുടെ തന്ത്രപ്രധാനമായ സംഗതികളെയും ഒന്നും ഒരു നാശത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ വക്കിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് ഒരർത്ഥവുമില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ സ്വയം പര്യാപ്തതയാണ് ഏറ്റവും പ്രധാനമെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, കണ്ട പൊട്ടനു വേണ്ടി അടിയും വഴക്കം ഉണ്ടാക്കി സ്വയം വരുത്തി വെക്കുന്നതിന് പകരം അവനവൻ്റെ കൈകൾ മാത്രമേ അവനവൻ്റെ തലയിൽ വെച്ചാൽ ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നാടൻ ന്യായത്തിൽ സ്വന്തം രാജ്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും അല്ലാതെ ട്രംപ് വിളിച്ചെടുത്തേക്ക് ഓടിപ്പോകുന്നതിലല്ല പ്രാധാന്യമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമിസ് തുറക്കാൻ വേണ്ടി നാറ്റോയെ വാ, UK വാ, കാനഡയെ വാ, ബാക്കി രാജ്യങ്ങളെ വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വാവളൊന്ന് കാണിക്കാനുണ്ടായ കാരണം ഈ കാര്യം കൊണ്ടാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വ്യാപാര യുദ്ധങ്ങളും താരിഫുകളുമാണ്. എന്നുവെച്ചാൽ അമേരിക്കയിൽ ട്രംപ് എത്തിയതോടുകൂടി പണ്ടൊക്കെ അമേരിക്കയുടെ കാഴ്ചപ്പാട് ഒരു ലോകത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള തങ്ങളുടെ മിത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അമേരിക്ക എല്ലാ കാലത്തും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ട്രംപിന് ഒറ്റ മിത്രമേ ഉള്ളൂ, അത് ഇസ്രയേൽ മാത്രമാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളോടും, മെക്സിക്കോയോടാകട്ടെ അതുപോലെ കാനഡയോടാകട്ടെ മറ്റെല്ലാ രാജ്യങ്ങളോടും ട്രംപ് പറയുന്നത് പോലെ കീഴടങ്ങുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എത്രമേൽ കുനിയാൻ പറയുന്നോ അത്രയും കുനിഞ്ഞ് നിന്നു കൊടുക്കണം. അല്പം നിവരാൻ ശ്രമിച്ചാൽ ട്രംപ് പിണങ്ങും. പിന്നെ ട്രംപ് ചെയ്യുന്നത് താരിഫൊക്കെ കൂട്ടിവെച്ച് ഒരു രാജ്യത്തെ അപഹസിക്കുക, വെല്ലുവിളിക്കുക തുടങ്ങിയ ഏർപ്പാടുകളാണ് ചെയ്യുന്നത്. ആ പണിയോട് യൂറോപ്യൻകാർക്കെല്ലാം കടുത്ത മടുപ്പും എതിർപ്പും തോന്നിത്തുടങ്ങി. ആകെ അയാൾ അനുസരിക്കുക ഒന്ന് ഇസ്രയേലിനോടാണ്, പിന്നെ മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹത്തിന് വിമാനം വാങ്ങിച്ചു കൊടുക്കുന്നവരോടും മുട്ടിലെഴയുന്നവരോടുമാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത്. അവരെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ പിന്നെ അവരുടെ ഗതികേട് കൊണ്ട് കൂടെ നിൽക്കേണ്ടി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ആരോടും യാതൊരു ബാധ്യതയുമില്ല. ഇസ്രയേലിനോടുള്ള ബാധ്യത എന്താണെന്ന് വെച്ചാൽ തൻ്റെയും മോൻ്റെയും ഒക്കെ വ്യാപാരത്തിലും കച്ചവടത്തിലും എല്ലാം ഈ ഇസ്രയേലുകാരായ ജ്യൂസ് ബില്യനേഴ്സിന് വലിയ സ്വാധീനമുണ്ട്. അതൊക്കെ കൂടി കണക്കിലെടുത്താണ് ട്രംപ് അത്തരത്തിൽ തീരുമാനിക്കുന്നത്. അതിനോട് യൂറോപ്യൻസിന് താല്പര്യമില്ലാതായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ സംഗതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന തർക്കമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ടെക് ഭീകരന്മാരാണ് ആപ്പിൾ, മെറ്റ പോലെയുള്ള കമ്പനികൾ. ഇവരൊക്കെ ഈ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഡേറ്റയും അവരുടെ സുരക്ഷിതത്വ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കുഴപ്പങ്ങൾക്ക് അതത് രാജ്യങ്ങൾ പിഴ ഈടാക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ട്രംപ് പുണങ്ങും. എന്നുവെച്ചാൽ ട്രംപിൻ്റെ രാജ്യത്തുള്ള ഏത് സമ്പന്നനും ഏത് അമേരിക്കൻ കമ്പനിക്കും ലോകത്തെവിടെയും തെമ്മാടിത്തരം കാണിക്കാം. ആ തെമ്മാടിത്തരത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അവരൊക്കെ അമേരിക്കൻ ടെക്കികളാണ്, ഭീമന്മാരാണ്. അതുകൊണ്ട് അവരുടെ ഡേറ്റ, അവരെന്തെങ്കിലും രാജ്യത്ത് നിന്ന് ഡേറ്റ തെഫ്റ്റ് നടത്തുക, ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതിനെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ വിലയും പിഴയുമുണ്ട്. ആകെ ഇതിനൊന്നും ഒരു വിലയും നിലയില്ലാത്തത് നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് എന്ത് കിഴങ്ങാണുള്ളത്? ഒരു കിഴങ്ങുമില്ല. ഇവിടെ ആപ്പാടുള്ളത് പശുവിനെയും കൊണ്ട് പോരുത്, വന്ദേമാതരം മൊത്തം ചെല്ലണം, ദേശീയഗാനം ചെല്ലുമ്പോൾ എഴുന്നേറ്റിരിക്കണം,
ജയ് ശ്രീറാമെന്ന് വിളിക്കണം. ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ. അതേസമയം ആ രാജ്യങ്ങളിലൊക്കെ വ്യക്തിമൂല്യത്തിനും അതുപോലെ തന്നെ അവരവരുടെ ട്രാൻസ്പെയറൻസിക്കും സുതാര്യതയ്ക്കും പ്രൈവസിക്കും ഒക്കെ കോസ്റ്റ് ഉണ്ട്. അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ അവർ വലിയ തുക ഈടാക്കും. അത് ട്രംപിനൊറ്റും പറ്റൂല. AI രംഗത്തും ഇതുപോലെ തന്നെയാണ്. മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരവകാശവും വകവെച്ച് കൊടുക്കാൻ ട്രംപ് തയ്യാറല്ല. അക്കാര്യത്തിലും കടുത്ത അകലവും അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട്, ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ള ഗ്രീൻലാൻഡൊക്കെ ഇനി പിടിച്ചെടുക്കും, അത് ഞങ്ങളുടേതാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ യാതൊരു നീതീകരണവുമില്ലാത്ത കടന്നുകയറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഗുണ്ടയോടൊപ്പം നിൽക്കുന്നത് ആ ഗുണ്ടയിൽ നിന്നുള്ളൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗൂണ്ട തന്നെ കൂടെ നിൽക്കുന്നവൻ്റെ മുണ്ടുരിച്ചുകൊണ്ട് പോകുമെങ്കിൽ പിന്നെ അവരെന്തിനു കൂടെ നിൽക്കണം? ഈ ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡ് വിഷയം ഉൾപ്പെടെയുള്ളവയിൽ യൂറോപ്പിനുണ്ടായിട്ടുള്ള അതൃപ്തിയാണ് ഇതിലൊരു പ്രധാന കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും അമേരിക്കയിൽ നിന്നൊരു വിടുതൽ വേണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ മറുവശത്ത് ഈ റഷ്യ ആകട്ടെ പഴയ ശക്തിയോ പിൻബലമോ ഒന്നുമില്ല. പിന്നെ ഇവരെ സഹായിക്കാൻ കഴിയുന്നത് ചൈനയ്ക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിലെ മാർവാടി കച്ചവടക്കാരന്മാരെ കൂടെ ഷെല്ലോക്കിനെ പോലെ അറുത്ത് മുറിച്ചുള്ള കച്ചവടമല്ലാതെ വേറെ ലോകരാജ്യ നയതന്ത്ര ബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തമേ അല്ല. അതുകൊണ്ട് ഗതിയില്ലാതെ അകന്നാണെങ്കിലും അവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ആരെങ്കിലും ഇത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വന്നിരുന്നെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനവും അമേരിക്കയിൽ നിന്ന് വിടുതൽ ചെയ്തേനെ എന്നാണ് പല റിപ്പോർട്ടർമാരും വിവിധ വിശകലനങ്ങളിൽ വ്യക്തമാക്കുന്നത്.